ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പിതാവിന്റെ കൺമുമ്പിലൂടെ കടന്നുപോയി. ഈ മാറ്റങ്ങളെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ന് ഞങ്ങളുടെ കരയിലും 2 സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവാങ്കൊച്ചി പിന്നെയാണ് കേരളം ആകുന്നത്. മനോഭാവങ്ങളിലെ കുറെ മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളിൽ. ഇന്നിപ്പോൾ സാധിക്കില്ല. ഇന്ന് ബിസിനസ്സായി, അതായത് ഓരോ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു കാരണം. അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി 2 വിമർശനങ്ങളുണ്ടാവും. എനിക്ക് പറയാൻ എന്താ അവകാശം ചോദിക്കും. അതൊരു മനഃപൂർവ്വം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്ന് ഭവിക്കും സാഹചര്യങ്ങൾ വന്നരുതാണ്. നൂറാം പിറന്നാളിന്റെ മധുരവുമായി പാലായുടെ അഭിവന്ദ്യമാർ ജോസഫ് പള്ളിക്കാവറമ്പിൽ പിതാവിനോടൊപ്പമാണ് ഇന്ന് നമ്മൾ. പിതാവിനോട് വളരെ ലളിതമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ പറയാമെന്നുള്ളതാണ് ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപക്ഷെ പിതാവ് 1927 ജനിക്കുന്നു. അതിനുശേഷം പറഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പിതാവിൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയി. ലോകമഹായുദ്ധങ്ങളുണ്ടായി. അതിൻ്റെ കാലഘട്ടങ്ങളിൽ ആണ് ഒരുപക്ഷെ കോളേജ് കാലഘട്ടമൊക്കെ ജീവിച്ചത്. ആ കാലത്തിലാണ്. അതേപോലെ തന്നെ സഭയിൽ മാറ്റം ഉണ്ടായി. 2-ാം വത്തിക്കാൻ സൂനോദോസിനിക്കുന്ന പിതാവ് റോമിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആയിരിക്കാം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ 2-ാം വത്തിക്കാൻ സൂനോദോസ് നടന്നു. പല വിധത്തിലുള്ള നവീകരണങ്ങൾ സഭയിൽ നടന്നിട്ടുണ്ട്. ലോകത്ത് പുരോഗതി നടന്നു. ഈ മാറ്റങ്ങളെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ന് ഒരു 100 വയസ്സുകാരൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഞാൻ ജനിക്കുന്ന കാലത്ത് വാഹനങ്ങളൊക്കെ അവനവൻ്റെ കാലായിരുന്നു. കാളവണ്ടിയും സൈക്കിളും. ഞങ്ങളുടെ കരയിലും 2 സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തോലോരുത്ത് കാളവണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മാറ്റം വന്നപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഈ നിലത്തൂടെ നീങ്ങുന്ന വാഹനങ്ങൾ കൂടുതലായിട്ടും ആകാശത്തോടെ നീങ്ങുന്ന വാഹനങ്ങളായി തീർന്നിരിക്കുക. ഡെയിലി വാഹനങ്ങളായി തീർന്നിരിക്കുക. ആ മാറ്റമുണ്ട്. പുരോഗതി, സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രീയമായ രീതിയിലുണ്ടായിട്ടുണ്ട്. എല്ലാം ആ തരത്തിലെല്ലാം. അതുപോലെ തന്നെ അന്ന് ഞാൻ ഇരിക്കുന്ന തിരുവിതാംകൂറിലാണ്. 57 വരെ തിരുവിതാംകൂറായിരുന്നല്ലോ. തിരുവാങ്കൊച്ചി പിന്നെയാണ് കേരളം ആകുന്നത്. അപ്പം ഈ ഐക്യകേരളം അങ്ങനെയെല്ലാം ഐക്യകേരളം വന്ന്. അപ്പോൾ ആദ്യത്തെ കാലത്ത് ഞാൻ വരും തിരുവിതാംകൂറിൽ 3 ഹോസ്പിറ്റലിലാണ് പ്രധാനമുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം. അവരെല്ലാം MBBS മാത്രമേ ഉള്ളൂ. ഒരാൾ സർജനായിരിക്കും, ഒരാൾ ഫിസിഷ്യനായിരിക്കും, പിന്നെ ഒരു DMO, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ തരും. അത് ഇന്നത്തെ മൊത്തം പുരോഗതി. എത്രയോ വലിയ ഹോസ്പിറ്റലുകൾ, എത്രയോ ഇതിനെല്ലാം വേണ്ട ആധുനിക ചികിത്സ സൗകര്യങ്ങളുണ്ട്. അതൊന്നുമില്ല. അത് ഒരു ചെറിയ സുഖേടാണ് ഇന്ന് പലരും TB എന്ന് പറയുന്നത്. അന്ന് TB വന്നാൽ പോയി, അത് മരിച്ചു. ഇന്നതിന് സുഖേടായിട്ട് കണക്കാക്കുന്നില്ല. ക്ഷയരോഗം എന്ന് പറയുന്നൊരു സുഖേടായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ അത്രമാത്രം മാറ്റം വന്നു. പുരോഗതി നമ്മുടെ മനോഭാവങ്ങളിലെ കുറേ മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളിൽ. ഈ പുരോഗതി കൊണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ നല്ല വശത്തിനപ്പുറം ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ദൈവത്തെ മറന്നുപോയി എന്നൊരു ചിന്ത ഉണ്ട്. അതാ ഞാൻ പറയുന്ന കുറേ മാറ്റങ്ങളെ എന്തുമാത്രം മുഴുവൻ പറയാൻ സാധിക്കില്ല എനിക്ക്. എങ്കിലും കുറേയൊക്കെ വലിയ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞങ്ങൾ പണ്ട് പറയും, കുരിശുമണി അടിച്ചാൽ വൈകുന്നേരത്തെ പള്ളി മണിയടിക്കും, പ്രാർത്ഥനിക്കുമായിരുന്നു എല്ലാ കുടുംബങ്ങളിലും. അന്നത്തെ കാർഷിക മേഖലയാണ് ഞങ്ങളുടെ പലതും. അതുകൊണ്ടായിരിക്കും സൗകര്യം. കൃഷിയെല്ലാം ഒരു 5 മണിക്ക് അവസാനിക്കും. എല്ലാവരും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6-6:30 മണിയടിച്ചാൽ പ്രാർത്ഥിക്കാൻ നോക്കും. ഇന്നിപ്പോൾ സാധിക്കില്ല. ഇന്ന് ബിസിനസ്സായി, അതായത് ഓരോ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു കാരണം. ആ ഒരു പ്രാർത്ഥനയുടെ കുറവ് ഉണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് വരുന്ന അത് നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. ക്രിസ്തീയ കുടുംബങ്ങളുടെ ഒരു ആത്മീയ രൂപീകരണത്തിൽ അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാവരും രംഗത്ത് കാണാം. നമുക്ക് കാണാമല്ലോ, വൊക്കേഷനിലൊക്കെ കാണാൻ പറ്റും ഈ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോഴേ പ്രത്യേകിച്ചും ഈ വിമൻ റിലീജിയസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കുറവ് സംഭവിക്കും. ബോയ്സിൻ്റെ കാര്യത്തിലും കുറവ് വന്നിട്ടുണ്ട്. അതായത് മനുഷ്യരിൽ ദൈവചിന്ത കുറഞ്ഞു വരുന്നു എന്നുള്ള. ദൈവചിന്ത കുറഞ്ഞു വരുന്നു, അതെയോ
അതിനുള്ള സാഹചര്യങ്ങൾ, ദൈവത്തെ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അവസരം ഉണ്ടാകും. അതെ അതെ മറ്റേ രാവിലെ കർമ്മമരക്കാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് സാഹചര്യമില്ല. അത് തന്നെ അത് തന്നെ അത് അതുകൊണ്ട് ആളിലെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത് സാഹചര്യങ്ങൾ വരുന്നതാണ്. അതെ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട് ജീവിതത്തിൽ. ആ കുടുംബത്തിൻ്റെ ഐക്യം കുറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അതെ, കുറേ മാറ്റം വന്നിട്ടുണ്ട്. പിതാവേ, മെത്രാഭിഷേക ചടങ്ങിലെ വളരെ മനോഹരമായൊരു ഒരു ശുശ്രൂഷയാണല്ലോ നിയുക്ത മെത്രാൻ്റെ ചുമലിൽ സുവിശേഷ ഗ്രന്ഥം വയ്ക്കുന്ന, അതായത് പഠിപ്പിക്കുക എന്നുള്ള അപ്പസ്തോലന്മാരുടെ ശ്ലീഹന്മാരുടെ വലിയ കടമ ഏൽപ്പിക്കുന്ന ഒരു കടമ ഇതാണല്ലോ. പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളുടെ നീണ്ട വർഷങ്ങളിലെ പൗരോഹിത്യൻ്റെയും അതുപോലെ മേൽപ്പെട്ട ശുശ്രൂഷയുടെയും ഒക്കെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉപദേശം ഇന്നത്തെ തലമുറയ്ക്ക് പൊതുവായി നൽകണമെന്ന് പറഞ്ഞാൽ പിതാവ് അത് എന്തായിരിക്കും? അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി 2 വിമർശനങ്ങളുണ്ടാവും. എനിക്ക് പറയാൻ എന്താ അവകാശം ചോദിക്കും. യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് അവർ എക്സ്പീരിയൻസ് എന്നവർ പറയാൻ പോകും. ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്കില്ല. അപ്പം അതിനെപ്പറ്റി കർക്കശമായിട്ട് നിലപാടെടുക്കാൻ വിഷമമാണ്. എങ്കിലും ഈ ഒരു കാര്യത്തിൽ പറയാതെ ദൈവനിഷേധത്തിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ പീരീഡിൽ എന്തുമാത്രം വിഷമായിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ വന്ന് 18 ഉണ്ടായ വിഷമങ്ങൾ, അതൊക്കെ മാറിയെന്ന്. എങ്കിലും എക്സ്പ്ലിസിറ്റായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൈവനിഷേധം അല്ലെങ്കിലും ഇല്ലാത്ത ജീവിതം, ആസ് ഈസ് ഗോഡ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. പിതാവ് പറഞ്ഞ ഒരു കാര്യം ഓർക്കാണ്. പിതാവും ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരാഴ്ച ജനിച്ച ആളുകളാണ്. അതെ അതെ. പിതാവ് ഓശാന ഞായറാഴ്ചയാണ്, ബെനഡിക്റ്റ് മാർപ്പാപ്പ അതേ ശനിയാഴ്ച. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ മനോഹരമായ ഒരു വാചകമാണ്, നമ്മളിപ്പോൾ ദൈവഗ്രഹണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഗോഡ് എക്ലിപ്സ്, ദൈവത്തെ മറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആയിരിക്കും അല്ലേ പിതാവ് പറയുന്ന ഒരു അതൊരു മനഃപൂർവ്വം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്ന് ഭവിക്കും സാഹചര്യങ്ങൾ വന്നതാണ്. ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഈ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഒരു നിർബന്ധമായിരുന്നു. അതൊക്കെ അതൊരു എന്താ പറയുന്നൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനാരും നിർബന്ധിക്കേണ്ട, എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഈ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾക്ക് വീട്ടിൽ 1 മണിക്കൂർ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനുശേഷം മെയ് മാസവും ഈ വണക്ക് മാസം, മെയ് മാസം, ജൂൺ മാസം, ഈ വണക്ക് മാസവും, ഇതെല്ലാം ഇങ്ങനെ അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു. ഇന്ന് അതിനുള്ള സാഹചര്യമില്ല. തീർച്ചയായിട്ടും. ഒരുപക്ഷെ മലയാളത്തിലെ മനോഹരമായൊരു ഭക്തിഗാനം ഉണ്ടല്ലോ, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ഒരുപക്ഷെ പിതാവിൻ്റെ ഒരു ഉപദേശം വരും തലമുറയോട് ഈ കാലഘട്ടത്തോട് പറയാനുള്ളത് അതാണെന്ന് പറയാം അല്ലേ? നമ്മളോട് തന്നെ വിശ്വസിച്ചായിരിക്കുക. തമ്പുരാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുമ്പം ദൈവത്തെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ല, ഒന്നുമല്ല, എൻ്റെ കഴിവൊന്നുമില്ല. എല്ലാത്തിനടുത്തും ദൈവം കൈപിടിച്ച് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, എൻ്റെ വൊക്കേഷൻ വൈദികനായിട്ട് തീരുന്നത്, മെത്രാനായി തീരുന്നത്, അവിടെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റിയാലെന്നൊക്കെ പറഞ്ഞു. തമ്പുരാൻ കൈ പിടിച്ച് നടത്താം. അതെ, പത്രോസിനോട് പറഞ്ഞില്ലേ, യു ഫോളോ മീ. അതെ അതെ അതെ. ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞല്ലോ, നീ അങ്ങനെയാക്കി ഇതൊക്കെ നിൻ്റെ വയസ്സുകാലത്ത് വേറെ വല്ലതും കൊണ്ടെടുക്കും. യു ഫോളോ മീ. ഈ ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നത്.